ശരിക്കും അന്ന് കീരവാണി അല്ലായിരുന്നു ശരിക്കും ആ ഒരു സിനിമയ്ക്ക് സംഗീതം ഒരുക്കാൻ. അത് ഭരതന് തന്നെ വളരെ പ്രിയപ്പെട്ട ഭരതന്റെ സംഗീത സംവിധായകനായ ജോൺസൺ, നമ്മുടെ ജോൺസൺ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ശ്രീ ജോൺസൺ ആയിരുന്നു. അപ്പൊ മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നേരെ ജോൺസൺ വിളിക്കുന്നു. പക്ഷെ അന്ന് ജോൺസൺ ഒരുപാട് സിനിമകളുടെ തിരക്കാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വർഷം തന്നെയാണ് 96-ല് തൂവൽ കൊട്ടാരമുണ്ട്, സല്ലാപുണ്ട്, ഈ പുഴയും കടന്ന് കുറെ സിനിമകൾ അന്ന് ജോൺസൺ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. അപ്പൊ പകരം ആര് എന്ന് ആലോചിച്ചപ്പോഴാണ് അന്ന് കീരവാണി വളരെ യങ്ങാണ്, 32 വയസ്സൊക്കെ കീരവാണിക്ക് എന്നുള്ളൂ. അപ്പൊ കീരവാണി ഇന്ന് മലയാളത്തിലും നീലഗിരി അതുപോലെ തന്നെ സൂര്യമാനസം ഈ 2 സിനിമയ്ക്കും കീരവാണി എന്ന് മ്യൂസിക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് തമിഴില് അഴകൻ എന്ന ഒരു സിനിമയിൽ അദ്ദേഹം തെലുങ്ക് സിനിമകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ തമിഴിൽ അഴകൻ എന്ന് പറഞ്ഞ നമ്മുടെ മമ്മൂക്കൻ അഭിനയിച്ച കെ ബാലചന്ദ്ര സിനിമയുണ്ട്. ആ സിനിമ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി ഓടിയിട്ടുള്ള, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിനിമ ആണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമ കുറെ കാലം തൃശ്ശൂരൊക്കെ ഓടിയിട്ടുണ്ട്. രാഗം തിയേറ്റർ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. പിന്നെ റഹ്മാനും ഗൗതമിയും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമയും അന്ന് കുഴപ്പമില്ലാതെ അവിടെ തമിഴ്നാട്ടിൽ ഓടി. അത് റഹ്മാൻ മലയാളിയും കൂടെ ആയതുകൊണ്ട് ഇവിടെയും ആ സിനിമ റിലീസ് ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്കെന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്. അതിലെ പാട്ടുകളും ഒക്കെ കീരവാണിയാണ്. അപ്പൊ ഒരു ഇളയരാജയ്ക്ക് ശേഷം റഹ്മാൻ ട്രെൻഡ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കീരവാണി കുറച്ചും കൂടി ഒരു ഇളയരാജയുടെ പാറ്റേണിലുള്ള സിനിമ. ഞാൻ നീലഗിരിയിലെ പാട്ടുകളൊക്കെ ഒരുപാട് കാലം വിചാരിച്ചിരുന്നത് ഇളയരാജ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നീലഗിരി സിനിമയിലെ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് കീരവാണിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഭരതൻ ഒന്ന് ഈ പാട്ടുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ കീരവാണിനെ ഒന്ന് നോക്കാം, ഒരു ഫ്രഷ് ഇത് കിട്ടുമല്ലോ. അങ്ങനെ ജോൺസനെ വിളിക്കുന്നു. അപ്പൊ ജോൺസന്റെ ശിഷ്യനായിരുന്നു രാജാമണി, കൂടെ വർക്ക് ചെയ്തിരുന്ന അസിസ്റ്റന്റ് ആയിരുന്നു. രാജാമണിയുടെ കൂടെ അസിസ്റ്റ് ചെയ്തിരുന്ന ആളാണ് കീരവാണി. കീരവാണി വേറെ കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ രാജാമണിയുടെ കൂടെ കുറെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോൺസൺ പറഞ്ഞു കീരവാണി തന്നെ ബെസ്റ്റ് ഓപ്ഷനാണ്, ബെസ്റ്റ് സെലക്ഷൻ ആണ്, മിടുക്കനാണ്, ഒന്നും നോക്കണ്ട, ഭരതനോട് കീരവാണി ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ കീരവാണി വന്നു, തകർത്ത് മ്യൂസിക് ചെയ്തു. നമുക്കറിയാം ശിശിരകാലം എന്ന് പറഞ്ഞ പാട്ടും എന്ന് പറഞ്ഞ പാട്ടും എല്ലാ പാട്ടും ഗംഭീര പാട്ടുകളാണ്. പാട്ട് ഭയങ്കര ഹിറ്റായി. 96 വിഷുവിനാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. ആ സിനിമ ഇറങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് എന്റെ കാസറ്റ് ഭയങ്കര ഹിറ്റാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു കുറെ കാലം അതിലെ പാട്ടുകൾ സ്ഥിരമായിട്ട് കല്യാണം ആൽബങ്ങളിലും കല്യാണ കാസറ്റുകളിലും പല പ്രോഗ്രാംസിനും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമ തിയേറ്ററിലാണ്.